മുൻപ് ഒരു ടൂർണമെന്റിനിടയിൽ ഇംഗ്ലണ്ടിന്റെ ചാൾസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ഇന്ത്യയുടെ വനിതാ ടീം സന്ദർശിക്കവേ പ്രോട്ടോകോൾ പ്രകാരം സുരക്ഷാ നിയന്ത്രണം ഉള്ളതിനാൽ കുറച്ചുപേർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് അമോൽ മനസ്സിൽ വിചാരിച്ചു അത്രേ, ഇവിടെയല്ല ഗായ്സ്, അങ്ങ് ഡൽഹിയിൽ ലോകകപ്പ് ട്രോഫിയുമായി നരേന്ദ്രമോദിജിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു നാൾ വരും. ആ നാൾ നമ്മൾ വരുത്തിയെടുക്കും. ആ നാളാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം യാഥാർത്ഥ്യമായത്. ദീപ്തി ശർമ്മയോട് കയ്യിലെ ഹനുമാൻ സ്വാമിയുടെ ടാറ്റുവിനെ കുറിച്ചും ഇൻസ്റ്റഗ്രാമിൽ ജയ ശ്രീറാം എന്ന ബയോയെക്കുറിച്ചും ചോദിക്കുന്നു. ക്യാപ്റ്റൻ ഹർമനോട് അവസാനത്തെ ക്യാച്ച് എടുത്ത ബോൾ പോക്കറ്റിൽ വെച്ചതിനെ കുറിച്ച് ചോദിക്കുന്നു. സെമി ഫൈനലിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ച ആ നിമിഷം എങ്ങനെ ഫീൽ ചെയ്തു എന്ന് ജമീമയോട് ചോദിക്കുന്നു. ഷഫാലിയോട് ക്യാച്ച് എടുത്ത ശേഷം പലരും ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ ബോൾ വരും മുന്നേ ചിരിച്ചു തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ച് ചിരിക്കുന്നു. നിർണായക ക്യാച്ച് എടുത്ത അമൻജ്യോതിയോട് എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു, ആ കപ്പാണ് നിങ്ങൾ ആ പിടിച്ചതെന്ന് പറയുന്നു. രേണുക സിംഗിനോട് സിംഗിൾ പാരന്റായി നിങ്ങളെ വളർത്തി ഈ നിലയിലെത്തിച്ച നിങ്ങളുടെ അമ്മയോട് വളരെ ബഹുമാനമുണ്ടെന്ന് പറയുന്നു. കോച്ചിനോട് എങ്ങനെ ഇത്രയും വ്യത്യസ്തരായവരെ ഒരുമിച്ച് നിർത്തി ഇങ്ങനെ നേട്ടം ഉണ്ടാക്കിയെടുത്തു എന്ന് ചോദിക്കുന്നു. അഭിനന്ദനങ്ങൾ പറയുന്നു. എന്തൊരു ഭംഗിയായിരുന്നു ആ 30 മിനിറ്റ് വീഡിയോ എന്നറിയാമോ? വനിതാ ലോകകപ്പ് നേടിയ ഇന്ത്യൻ വനിതാ ടീം അംഗങ്ങൾ നരേന്ദ്രമോദിജിയെ കണ്ട് ആ ട്രോഫി നൽകാനായി എത്തിയ സമയം അദ്ദേഹം നൽകിയ വിരുന്ന് സ്വീകരിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഒരു പ്രധാനമന്ത്രിയെ കണ്ട് ഔദ്യോഗികമായി എന്തെങ്കിലും 4 വാക്ക് സംസാരിക്കുന്നു, 2 ഫോട്ടോ എടുക്കുന്നു എന്ന തോന്നൽ ഒരു സ്ഥലത്ത് പോലും വരാതെ ഭാരതത്തിന് മുഴുവൻ അഭിമാനമുയർത്തിയ ആ പെൺകുട്ടികൾ വളരെ ഫ്രീ ആയി നരേന്ദ്രമോദിജിയുമായി ഇടപഴകുന്നു, സംസാരിക്കുന്നു, തമാശകൾ പറയുന്നു, പരസ്പരം കളിയാക്കുന്നു, മത്സരങ്ങൾക്കിടയിൽ അവരുടെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നു, അദ്ദേഹത്തിന്റെ തമാശകൾക്ക് പൊട്ടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് നരേന്ദ്രമോദിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വളരെ രസകരമായിരുന്നു. ഹർലിൻഡിയോട് ചോദിച്ചത് മോദിജിയുടെ സ്കിൻ കെയർ റൂട്ടീൻ എന്തായിരുന്നു എന്നാണ്. ആ നിമിഷം മുഖം മുത്തി ചിരിച്ച നരേന്ദ്രമോദിയോട് താങ്കളെ കാണാൻ വളരെ ഭംഗിയാണ്, എന്നും ഗ്ലോയിങ് സ്കിന്നാണ് താങ്കൾക്ക് എന്ന് പറയുന്നു. അതേ തുടർന്ന് ഹെഡ് കോച്ച്, കണ്ടോ സാർ എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന്, ഇങ്ങനെ ഇവരുടെ കൂടെ കൂടി എന്റെ തലമുടി മുഴുവൻ നരച്ചുപോയി സാർ എന്നും പറഞ്ഞ് മോദിജിയെ പൊട്ടിച്ചിരിക്കുന്നു. അരുന്ധതി പറയുന്നു, എന്റെ അമ്മ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു 10 തവണ എന്നെ വിളിച്ചു പറഞ്ഞു, എന്റെ ഹീറോയെയാണ് നീ കാണാൻ പോകുന്നത്, നീ വളരെ ഭാഗ്യശാലിയാണ് എന്ന്, നിങ്ങളാണ് ഇന്ന് ഈ ദേശത്തിന്റെ അടയാളങ്ങൾ എന്നാണ് മോദിജി അതിന് മറുപടി പറഞ്ഞത്. 2017 ഫൈനലിൽ കപ്പ് നഷ്ടപ്പെട്ടു വന്നപ്പോൾ മോദിജി അവരെ സ്വീകരിച്ചതും അദ്ദേഹം നൽകിയ ആത്മവിശ്വാസത്തെക്കുറിച്ചും ക്യാപ്റ്റൻ കൗർ വളരെയധികം എടുത്തു പറയുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു എന്ന് 2-3 തവണ ആവർത്തിച്ചപ്പോൾ രാധാ യാദവിനോട് മോദിജി പറഞ്ഞു, അങ്ങനെ മാത്രമല്ല, നിങ്ങൾ അതികഠിനമായി അതിനുവേണ്ടി പ്രയത്നിച്ചു, അതിന്റെ ഫലം നമുക്ക് ലഭിച്ചു. വിശേഷങ്ങൾക്കും തമാശകൾക്കും ശേഷം അവരോട് ഫിറ്റ് ഇന്ത്യ കോൺസെപ്റ്റിൽ പങ്കാളിയാകാൻ മോദിജി അഭ്യർത്ഥിക്കുന്നു. കായികക്ഷമത കുറവ് എന്നിവ ഇന്ത്യയിലെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പലതരത്തിൽ ഇന്ന് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിനു ശേഷം ലഭിക്കുന്ന അവസരങ്ങളിൽ സ്കൂൾ കേന്ദ്രീകരിച്ച് കൂട്ടമായോ അല്ലാതെയോ സന്ദർശനങ്ങൾ നടത്തി അവർക്ക് പ്രോത്സാഹനം നൽകിയാൽ, അവരുമായി കുറെ ചോദ്യോത്തരങ്ങളും മറ്റും നടത്തിയാൽ അത് ഫിറ്റ് ഇന്ത്യ എന്ന പ്രോജക്റ്റിന് വളരെ സഹായമാവും എന്ന് മോദിജി പറയുന്നു. ഇന്ത്യൻ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. ശേഷം അവർക്ക് മോദിജി തന്നെ തന്റെ കൈയാൽ ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. ഓരോ കളിക്കാരുടെ ഭക്ഷണ വിശേഷങ്ങളും ചോദിച്ചറിയുന്നു. ദീപ്തി ശർമ്മയോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അവിടെയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മധുരം എടുത്തു നൽകുന്ന സമയത്ത് കോച്ചിനോട് ഇപ്പോൾ ഡയറ്റ് സംബന്ധമായ നിബന്ധനകൾ മറ്റും ഉണ്ടോ എന്ന് തമാശ രീതിയിൽ ചോദിക്കുന്നു. വളരെ രസകരമായി തൃപ്തിയോടുകൂടി കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു 30 മിനിറ്റ് വീഡിയോ ആണത്. ഈ മനുഷ്യൻ പിന്നെയും പിന്നെയും വിസ്മയിപ്പിക്കുന്നു.